ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച സംഭവം തന്നെയാണോ അവർ മനസ്സിലാക്കണേ എന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചിടുമ്പോൾ എനിക്ക് അത്ര തോന്നാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ഞാനിന്ന് കൊടുക്കാമെന്ന് വിചാരിക്കണം. മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ ഇതേ സംശയമുള്ള കുറച്ചധികം പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും കൂടി ഇത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിൽ പോകാനായിട്ട് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ജർമ്മനിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ജോലി ചെയ്യുകയാണ്, ഇപ്പോൾ നേഴ്സ്, എഞ്ചിനീയർ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കോഴ്സ് പഠിക്കുകയാണ്, നല്ല സ്കോപ്പുള്ള കോഴ്സാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിനെ കുറിച്ച് ഫാർമിസ്റ്റ്, ടീച്ചർമാർ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ഫീൽഡ് എങ്ങനെയുണ്ട്, അവിടുത്തെ ജോലി സാധ്യത എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ നിങ്ങൾ കാണുന്നവരിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പേർക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. പഠിക്കാൻ വരുന്ന ആൾക്കാർക്കായാലും ജോലിക്ക് വരുന്ന ആൾക്കാർക്കായാലും എല്ലാം യൂസ്ഫുള്ളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വഴി ഏതെങ്കിലും ഒരു കാര്യം നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ബ്രിമണിൻ്റെ അടുത്തൊക്കെയാ നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നമ്മൾ ബ്രിമണിലാണല്ലോ. അകലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, ഒരു ഡേറ്റൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഓരോ മേഖലയിലുള്ള ആൾക്കാരെന്ന് ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും. അപ്പോൾ അകലെയുള്ള ആൾക്കാരുണ്ട്, എനിക്കിപ്പോൾ ചോദിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ന പോലെയാണ്. പക്ഷേ അതിലൊരു എനിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു അത്രയ്ക്ക് ഇത് തോന്നാറില്ല. ഇപ്പോൾ IT ഹൗസ് ബിൽഡിംഗ് തന്നെ ഇത്രയും കാലം ചോദിച്ചിട്ട് ഞാൻ ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ, ആ ചേച്ചി എൻ്റെ അടുത്ത് അവിടെയുള്ള ഏതെങ്കിലും ജർമ്മനോ ഇംഗ്ലീഷോ ഏതോ ഒരു കുട്ടീനെ വെച്ച് ചെയ്യുമെന്ന് ചോദിച്ച കാരണമാണ് ഞാൻ ആ കുട്ടീനെയും പിടിച്ചുകൊണ്ടൊന്നും ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആളെ കറക്റ്റായിട്ട് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആളുടെ അടുത്ത് നിന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. ഞാൻ പോയി ഒരാളുടെ അടുത്ത് ചോദിച്ച് അതറിഞ്ഞ് വന്നിട്ട് ഞാൻ കേട്ടതായിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ പറയാൻ എന്തെങ്കിലും തെറ്റിപ്പോവും. അപ്പോൾ അതൊന്നും വേണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരാൾ നമുക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, സംശയം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ വന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് പേരൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, ജർമ്മനിയിലുണ്ട് മലയാളീസ്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ ജോബ് സീക്കർ വിസയിലായാലും സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ ഇവിടെ വന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കണത്, ചേച്ചി ഞങ്ങളിങ്ങനെ ഇപ്പോൾ ജോബ് സീക്കർ വിസയിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ ഒരു റിലേറ്റീവ് ജർമ്മനിയിലുണ്ട്, എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അപ്പോൾ ഞാൻ അവരുടെ കൂടെ എനിക്കങ്ങനെ താമസിക്കാൻ പറ്റുമോ. ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവർക്ക് അവരുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും പറഞ്ഞ കാര്യം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അതിപ്പോൾ പറഞ്ഞാലും നമ്മളായാലും അങ്ങനെ വിചാരിക്കുമല്ലോ, നമ്മളതിനെ ഇങ്ങനെ വീട്ടിലിങ്ങനെ നിർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അവരങ്ങനെ പറയണേന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഞാനും പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി പേർക്ക് ആ സംശയമുണ്ട്. ഇപ്പം ഗൾഫിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് നമ്മളിപ്പോൾ ഒരു ഗൾഫിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ കൂടെ താമസിപ്പിക്കണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജർമ്മനിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു റെൻറ്റിന് വീട് എടുത്ത് കഴിയുമ്പോൾ ഓണർ നമുക്ക് വീട് തരുമ്പോൾ എത്ര ആൾക്കാരാണ് വീട്ടിലുള്ളത്, 3 ആളാണോ 4 ആളാണോ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാ കറക്റ്റ് കാര്യങ്ങളും നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് വീട് കിട്ടുക. 4 ആൾക്കാരാണെങ്കിൽ 4 ആൾക്ക് അങ്ങനെ. അപ്പോൾ എക്സ്ട്രാ ഒരാൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം കൂടും. റെൻറ്റിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ നമുക്കിവിടെ വാട്ടറിൻ്റെ അതുപോലെ കറണ്ട് ബില്ലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പം ഞങ്ങളുടെ വീട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേർക്കുള്ളതാണ്. അപ്പോൾ 3 പേർക്ക്
അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എമൗണ്ട് വരിക. ഇപ്പോൾ 4 പേരാകുമ്പോൾ അതിനനുസരിച്ച് ഇത് മാറും. അപ്പോൾ ഒരാൾ എക്സ്ട്രാ വന്നിട്ട് സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓണറുടെ ഒരു കൺഫർമേഷൻ ലെറ്റർ ഉണ്ട് ഓണറുടെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും അത് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറഞ്ഞവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണറുടെ ആ ഒരു ലെറ്റർ ഉണ്ട്. അപ്പോൾ ആ ലെറ്റർ ഓണർ സമ്മതിക്കണം. ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓണർ സമ്മതിക്കണം. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് ഇവിടെ എത്തി കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ വാടകയ്ക്ക് വീടെടുത്ത് കഴിയുമ്പോൾ ആ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണ സംവിധാനം നമ്മുടെ നാട്ടിലില്ല. പക്ഷെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഇപ്പുറത്തിരിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ വീട്ടിലേക്ക് മാറുകയായാലും നമ്മൾ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മുടെ അഡ്രസ്സ് മാറുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ആരായാലും രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ആ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കോമഡേഷൻ വേണം. ആ അക്കോമഡേഷൻ്റെ ഓണർ ആരാണ്, അപ്പോൾ അവരുടെ ഒരു ഈ കൺഫർമേഷൻ ലെറ്റർ വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ഓണറുടെ സമ്മതം വേണം. ഇപ്പോൾ 4മതൊരാൾ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഓണറോട് സംസാരിക്കണം, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് സ്ഥിരമായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓണർ പറയും ഇത് 3 പേർക്കുള്ള വീടാണ്, നിങ്ങൾക്ക് 4 പേർക്ക് ഇതിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. ചിലപ്പോൾ ഓണർ പറയും ശരി 4 പേർക്കുള്ള സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് നിൽക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഈ ബില്ലും കാര്യങ്ങളെല്ലാം കൂടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെയോ നമുക്കിവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു പരിമിതിയാണുള്ളത്. അപ്പം നമ്മുടെ നിസ്സഹായാവസ്ഥയാണ് സംഭവം സത്യം പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് ആരും നിർത്താൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരും ഇങ്ങനെ എന്നെ നിർത്താൻ താല്പര്യമില്ലായിരിക്കും. ഇപ്പോൾ ഒരു മാസത്തിനായാലും നമുക്കൊരു സമയമുണ്ട്. നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ നമ്മളിവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരു നിയമം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ വേണമല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം തന്നെ. ഒരുപാട് പേര് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ എന്നൊക്കെ. അപ്പോൾ അവർക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയണത്, ഇവിടെ ഇരിക്കുന്ന ജർമ്മനിയിൽ ഇരിക്കുന്ന ആരും ഇത് പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിൽ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യണില്ല ജോലി കണ്ടുപിടിക്കാൻ. അവരൊക്കെ വിചാരിച്ചാൽ എനിക്കൊരു ജോലി കിട്ടില്ല. അവരൊക്കെ വിചാരിച്ചാൽ അവരുടെ അടുത്ത് മാത്രമല്ല, റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും മാത്രമല്ല, എന്നോടും പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒത്തിരി പേര് ചേച്ചി എനിക്കൊരു ജോബ് വാങ്ങിച്ചു തരുമോ, വെയർ ഹൗസിലോ അല്ലെങ്കിൽ ഡ്രൈവറായിട്ടോ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യായാലും എനിക്ക് അങ്ങനെ എൻ്റെ ഓഫീസിൽ പോലും എനിക്ക് ഒരാളെ എനിക്കൊരു അറിയണ ആളേനെ അങ്ങനെ ഇന്നൊരാളുണ്ട്, അപ്പോൾ എനിക്ക് ഇവരെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമുക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അതിവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഇവിടെ ഇവരെല്ലാം പക്ക കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഇപ്പം നമുക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പോൾ IT ഫീൽഡിലിരിക്കും. ഇപ്പോൾ ചേട്ടൻ IT ഫീൽഡിലിരിക്കണം. ഇപ്പോൾ ചേട്ടൻ്റെ ഓഫീസിൽ വരെ ഇപ്പോൾ ഒരാളേനെ നമുക്കിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിന് ആരെങ്കിലും കയറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. ഉണ്ടെങ്കിൽ അവർ പറയും ശരി നിങ്ങൾ റിക്വയർമെൻറ്റ്സ് അവർ നോക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന അവർ പറയുള്ളൂ. നമുക്കറിയാം നമ്മളൊരു വട്ടം ഇതുപോലെ CV ഒരാളുടെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് CV മാത്രം അയച്ചാൽ നമുക്ക് അവരെ കൊടുക്കാൻ പറ്റും എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കുറേ ബന്ധുക്കളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അവരൊന്നും എനിക്കൊരു ജോബ് പോലും വാങ്ങിച്ചു തരുന്നില്ല. ഈ ക്ലീനിങ് ജോബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും നമ്മളിങ്ങനെ പോയിട്ട് നമുക്കിങ്ങനെ ഇപ്പം ഇവിടെയുള്ള ആളാണെന്ന് വിചാരിക്കുക. ഇപ്പം ഇവിടെ നമ്മൾ സ്പൗസ് വിസയിലോ ഒക്കെ ഇവിടെ വന്നിട്ട് ഉള്ള ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെയർ ഹൗസ് ജോബൊക്കെ കിട്ടാൻ നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വിസയൊക്കെ അവർ തരണം, അല്ലാതെ നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ലല്ലോ. വിസയൊക്കെ അവർ അലോ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അങ്ങനെ ആരും ഞാനിവിടെ അങ്ങനെ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കായാലും ഞാൻ പറയണത് അങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല എന്നുള്ള കാര്യം പറയണത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു IT ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അതിന് ശേഷം ആളുടെ അടുത്ത് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എത്തിയിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഞാൻ ഈ IT ഹൗസ് ബിൽഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നിൻ്റെ ഓഫീസിൽ തന്നെ എനിക്ക് ഹൗസ് ബിൽഡിങ് സ്റ്റുഡൻ്റായിട്ട് കയറാൻ പറ്റും, അപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് ഇവിടെ പറഞ്ഞത് അതൊന്നും പറ്റില്ല, നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ എടുക്കും. അല്ലാതെ ഞാൻ പോയിട്ട് എൻ്റെ വൈഫ് വരുന്നുണ്ടെന്ന് പറഞ്ഞാലൊന്നും നിനക്ക് ജോലി കിട്ടില്ല. നിനക്ക് കിട്ടണമെങ്കിൽ നീ അപ്ലൈ ചെയ്യണം, നീ കണ്ടുപിടിക്കണം. ചിലപ്പോൾ
ഈ കമ്പനി കിട്ടുമായിരിക്കും, ചിലപ്പോൾ വേറെ കമ്പനി കിട്ടുമായിരിക്കും. അല്ല, അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യണം, കമ്പനിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഞാൻ റെക്കമെൻഡ് ചെയ്താലും അവർക്കൊരു ഇതുണ്ടാവണം, നിന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവർ എടുക്കുള്ളൂ, അത് എൻ്റെ വൈഫാന്നുള്ള പേരിലൊന്നും നിന്നെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമങ്ങളും സംഭവങ്ങളൊക്കെ കാരണം, നമ്മുടെ നിസ്സഹായാവസ്ഥ കാരണമാണ് നമുക്കിവിടെ ഒരാളിനെ നിർത്താൻ പറ്റാത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു 10 ദിവസം 12 ദിവസമൊക്കെ വന്ന് നിൽക്കണം, ജസ്റ്റ് പോലെയൊക്കെ വന്ന് നിൽക്കണം, അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അല്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷനൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷനും ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ ഒരു ജോബ് സീക്കർ വിസയിൽ ആൾക്കാർ വരുന്നു, അപ്പോൾ അവരെന്താ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു തരണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡയറക്റ്റായിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ Airbnb നോക്കി വെക്കുക, അത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. കാരണം നമുക്ക് വീടൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വീടിൻ്റെ സാലറി സ്ലിപ്പൊക്കെ അവർ ചോദിക്കും. അപ്പോൾ അതിനുമൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയണത് പൈസയാവും, നമുക്ക് എന്തായാലും പൈസയാവും. ഒരു ഇവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അക്കോമഡേഷൻ കിട്ടാനൊക്കെ ഭയങ്കര പാടുമാണ്. അപ്പോൾ അതുകൊണ്ട് Airbnb എടുക്കുക, നിങ്ങൾ നിന്നതിന് ശേഷം നിങ്ങൾക്ക് വർക്കൊക്കെ കിട്ടി, ജോബൊക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. ആദ്യത്തെ നിങ്ങൾ വരുമ്പോഴുള്ള ആ ഒരു പൈസ എന്ന് പറയണത് പോണത് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ കാര്യമില്ല. ഇവിടെ എക്സ്പെൻസീവ് ആണ്, ഇപ്പോൾ റെൻ്റ് ആയാലും എല്ലാം എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ Airbnb എടുക്കുക വരുന്ന ആൾക്കാരാണെങ്കിൽ. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അധികം നാൾക്കൊന്നും ഇങ്ങനെ Airbnb-യിലൊന്നും നിൽക്കേണ്ട കാര്യം വരില്ല. യൂണിവേഴ്സിറ്റിയിലത്തെ ഹോസ്റ്റൽ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരിക്കും സ്റ്റുഡൻസിന്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഷെയറിംഗ് റൂമോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട് സ്റ്റുഡൻസിന്. ഇപ്പോൾ ജോബ് സീക്കർ വിസയിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ചേച്ചി ഇവിടെ വന്നിട്ട് ഇതുപോലെ Airbnb എടുത്ത് നിൽക്കുക ചെയ്തത്. ആ ചേച്ചിക്ക് ജോബ് കിട്ടി, ആ ചേച്ചി പോയി. അപ്പോൾ അതുപോലെ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ പൈസ പോണത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളൊരു കാര്യത്തിനാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ഔപ്പയർ കുട്ടീനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതിലിങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതുപോലെ വന്ന ഏജൻസി ആ കുട്ടി അതിൽ പറഞ്ഞില്ല. കാരണം ഞാൻ ആ സമയത്ത് ആ കുട്ടി പറഞ്ഞില്ല, നമുക്കത് എങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ പേഴ്സണലായിട്ട് എൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഔപ്പയർ വിസ ആ കുട്ടി വന്ന ഏജൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ചേച്ചി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ഞാനത് പറയാത്തതിൻ്റെ കാരണം, എനിക്ക് പേഴ്സണലി ഒരു ഏജൻസിനും അറിയില്ല. അപ്പം ഞാനത് പറയണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അടുത്ത് അതിൽ ഏജൻസി ചോദിച്ചതിന് ഞാൻ കമൻസിൽ ഞാൻ മറുപടി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ച ആൾക്കാർക്കൊക്കെ ഞാൻ ആ കുട്ടി വന്നിട്ടുള്ള ഏജൻസി ഏതാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനിപ്പോഴും പറയണു, എനിക്ക് പേഴ്സണലി എനിക്ക് ഏജൻസി ഒന്നും അറിയില്ല. എനിക്ക് ആ കുട്ടി വന്നു, അതുകൊണ്ട് ആ കുട്ടി ഏജൻസിയുടെ പേര് പറയണു. അപ്പോൾ ആ കുട്ടി വന്ന ഏജൻസി ഏതാണെന്ന് എന്നോട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി തന്നതാണ്, അപ്പോൾ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ അയച്ചു കൊടുത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അറിയില്ല, അപ്പോൾ നിങ്ങൾ നല്ലോണം അന്വേഷിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്ന്. ഇല്ല, ഞാൻ ഏതെങ്കിലും ഒരു ഏജൻസി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് പോയി എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നമായാൽ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കില്ല പൈസ, പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഞാൻ ന്യൂസിലൊക്കെ കാണാനുണ്ട്, ഫേക്ക് ഏജൻസികൾ മാത്രമല്ല സർട്ടിഫിക്കറ്റ് വരെ, ഈ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വരെ ഫേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് പേഴ്സണലി അറിയാത്ത കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഏജൻസി ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തത്. നമുക്കിപ്പോൾ ഇതിലായാലും പെയ്ഡ് പ്രൊമോഷൻ വരില്ലേ, അതിലായാലും ഏജൻസികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നല്ലതായിരിക്കാം, ചിലപ്പോൾ പൊട്ടയായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് വിട്ടിരിക്കണ കേസാണ് ഏജൻസിയുടെ കേസ്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാനിതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ എങ്ങനെ വന്നു എന്നുള്ള ആൾക്കാരെന്നെ കിട്ടുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യണത്. അങ്ങനെ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരാളിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ടുള്ള എങ്ങനെയാണ് വന്നത്, ഏത് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ ആൾ എൻ്റെ അടുത്ത് തന്നിട്ട് കൊടുത്തോളൂ, നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ അതിൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിപ്പോൾ എൻ്റെ അടുത്ത് ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തിരി പേര്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ആ ഇൻ്റർവ്യൂ ചെയ്ത ആളും പറയുന്നുണ്ട്, നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയും, വെബ്സൈറ്റിൽ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി മതി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ അതിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക, അതായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് വിളിച്ച് ചോദിക്കണത്. അപ്പോൾ ആളെന്നോട് ലാസ്റ്റ് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം
ഈ ഒരു മേഖലയായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ആൾക്കാർ വരെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി മതി, എന്തെങ്കിലും ഒരു ജോലി, അവരുടെ സഹായാവസ്ഥ കൊണ്ടായിരിക്കും അത് മനസ്സിലാവും നമുക്ക്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആളൊരു വർക്കിലാണല്ലോ ഇരിക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫോണൊക്കെ വരിക. അപ്പോൾ ആൾക്ക് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ലാസ്റ്റ് എനിക്ക് നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഒരു എല്ലാവർക്കും ഒരു ഇത് ആവട്ടെ, യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരെ ശരിക്കും അതിന് എന്താ പറയുക ആപ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വരെ ഇപ്പോൾ അത് കാരണം കൊണ്ട് അതിലെത്തിച്ചേരാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു ഇതായി, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഞാൻ ഏതെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഇതൊക്കെ പറയുമ്പോൾ വെബ്സൈറ്റോ കാര്യങ്ങളോ ഏതെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. അല്ലാതെ അവരെന്നെ വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതൊരു കാര്യം കേട്ടോ, അതെനിക്കറിയാം. കാരണം അവർ ഈ യൂട്യൂബിലോ അങ്ങനെ ഇതിൽ സോഷ്യൽ മീഡിയയിലും ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് ഇതുപോലെ കുറേ കമൻറ്റ്സ് വരുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കണു, അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമെല്ലാം ഓപ്പൺ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അവരെന്നെ തപ്പി കണ്ടുപിടിച്ച് എൻ്റെ ഇതിൽ കയറിയിട്ട് അവരുടെ പേരൊക്കെ അടിച്ച് നോക്കി കണ്ടുപിടിച്ച് അവർക്ക് ഇതുപോലെ എനിക്കൊരു ജോലി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആൾക്കാർ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അൺഫോളോസ് വരെ ചെയ്ത് പോയി തുടങ്ങി ലാസ്റ്റ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കൊടുക്കണേ. പക്ഷേ ശരിക്കും എനിക്ക് എന്താ വിഷമം എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിട്ട് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത കാര്യം, പക്ഷെ അതിലേക്ക് ആപ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് പോലും എത്തിച്ചേരാൻ പറ്റണില്ല. അവസാനം എനിക്കത് ഡിലീറ്റ് വരെ ചെയ്യേണ്ട വന്നു. വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് അവസ്ഥ. അങ്ങനെ പിന്നെ എനിക്ക് അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേരൊക്കെ കുറച്ച് പേര് ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കണ കാര്യമാണ് കേട്ടോ, ചേച്ചി ഇന്ന കോഴ്സ് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അയക്കാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ അവരിങ്ങനെ അയക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ മിക്കതും കേൾക്കണത് പുതിയ കോഴ്സുകളാട്ടോ, നാം കേട്ടിട്ട് പോലും ഇല്ലാത്ത കോഴ്സുകളൊക്കെ. അപ്പോൾ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കണത്. അപ്പോൾ നമുക്കറിയില്ല. ഞാൻ ചില സമയത്ത് ചേട്ടനോട് ചോദിക്കും ഇങ്ങനെ ഇത് നല്ലതാണെന്ന്. അപ്പോൾ ചേട്ടനും ചില സമയത്ത് പറയും എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയില്ല എന്ന് പറയും. അപ്പോൾ അത് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, വല്ല സ്റ്റുഡൻസിൻ്റെ അടുത്തും ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇവരും അത് ചിലപ്പോൾ കേട്ടിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കുറേ കോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റുഡൻസ് അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും ചേച്ചി ആളെ കിട്ടിയോ എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ചോദിക്കണ ഇത് നമുക്കിവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെയാണ് ഈ IT ഹൗസ് ബിൽഡിങ്ങിൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത്ര നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു മലയാളി സ്റ്റുഡൻറ്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ IT ഹൗസ് ബിൽഡിംഗ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന കോഴ്സുകളൊക്കെ യൂണിവേഴ്സിറ്റിയിലത്തെ ഓരോരോ നമ്മൾ കേൾക്കാത്തതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചോദിക്കണോണ്ട് കുഴപ്പമില്ല, സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അറിയില്ലാത്ത കാര്യം അറിയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് ഇതുപോലെ ആരുടെയും ചോദിച്ചിട്ട് പറയാം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ചേച്ചി ഇതൊന്ന് പറയോ, എനിക്കിത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി വരും, നല്ലതാണെങ്കിൽ ഏജൻസിക്കാർ ഇതേ ഇത്ര സമയം തന്നിട്ടുള്ളൂ എന്നൊക്കെ. പക്ഷെ അത് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയാം നല്ലതാണ് നീ ധൈര്യമായിട്ട് കയറി പോകുന്നു എന്ന് പറയാൻ എനിക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പോൾ വരാനിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ആ കോഴ്സിനെ കുറിച്ച് പഠിക്കുക. ആ കോഴ്സ് എന്താണ്, ആ കോഴ്സ് ഞാൻ ഈ കോഴ്സ് കേൾക്കാത്ത കോഴ്സിനെ കുറിച്ച് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക, ഇതെന്ത് കോഴ്സ് ദൈവമേ അങ്ങനെ. അപ്പോൾ ഈ വരുന്നവർ കോഴ്സ് എടുക്കുന്നവർ തന്നെ ഈ കോഴ്സ് നല്ലതാണോ, ഇതെന്താണ് കോഴ്സ് എന്നുള്ളതെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം നമ്മൾ പഠിക്കാൻ വരുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇതുപോലെ ചോദിച്ചിട്ട് പറയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഏറ്റവും സ്കോപ്പുള്ള മേഖല എന്ന് പറയുന്നത് ഈ നഴ്സിംഗ്, ആ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. കാരണം അത്രയ്ക്കും ആൾക്കാരെ ഇവിടെ ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഇതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ, നഴ്സിംഗ്മാർക്കൊന്നും ഇപ്പോൾ ജോലിയില്ല എന്ന് പറയണ്ടല്ലോ എന്ന്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴും ഇവിടെ പല ഹോസ്പിറ്റലിലും പല ബ്ലോക്കും ആൾക്കാർ നഴ്സുമാരും സ്റ്റാഫൊന്നും ഇല്ലാത്ത കാരണം, നഴ്സുമാരെന്നല്ല സ്റ്റാഫ് ഇല്ലാത്ത കാരണം കൊണ്ട് അടയ്ക്കാൻ പോകാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ വരെ നഴ്സിങ്ങിന് ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടില്ല. ഹൗസ് ബിൽഡിംഗ് നിർത്തുക എന്നുള്ളതും ഞാൻ കേട്ടിട്ടില്ല. കുറച്ച് പേര് ചോദിച്ച കാരണം ഞാൻ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എടുക്കാൻ പോണ കോഴ്സിനെ കുറിച്ച് ആദ്യം എടുക്കുന്ന ആൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എൻ്റെ ഒരു ഉറപ്പിൽ നിങ്ങളാരും കയറി വരരുത്. ഞാൻ ആർക്കും ഉറപ്പ് കൊടുക്കില്ല അതെടുത്തിട്ട് കയറി പോകുന്നത്. അപ്പോൾ അത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ ആരും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ.